الحمد لله الواحد القهار الأحد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد صلى الله على سيدنا محمد وعلى آله وصحبه وسلم تسليما كثيرا كثيرا. أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. شهد الله أنه لا إله إلا هو والملائكة وأولي العلم قائما بالقسط لا إله إلا هو العزيز الحكيم. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين والشاكرين والحمد لله رب العالمين. എത്രയും സ്നേഹ ആദരവുകൾ നിറഞ്ഞ വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുവാൻ എന്നോടും നിങ്ങളോടും ഉപദേശിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഉണർത്തിയത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 40 വയസ്സ് ആകുമ്പോഴാണ് നുബുവത്ത് ലഭിച്ചത് എന്ന് നമുക്കറിയാം. അന്നു മുതലാണ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിന്റെ നായകനായി, പ്രവാചകനായി അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിക്കുന്നത്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അപരിഷ്കൃതരായ ഒരു സമൂഹത്തെ എങ്ങനെയാണ് 23 വർഷക്കാലം കൊണ്ട് മാറ്റിയെടുത്തത് എന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിമോചന തന്ത്രങ്ങളെ സംബന്ധിച്ച് ഈ റബീഉൽ അവ്വലിൽ നാം ഓരോരുത്തരും ബോധ്യപ്പെട്ടിരിക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം, ഹുസ്നുൽ ഖുൽഖ്, ഏറ്റവും മഹിതമായ സ്വഭാവത്തെ പരിശുദ്ധ ഖുർആൻ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച് വളർന്ന അറേബ്യൻ ഉപഭൂഖണ്ഡത്തിലെ മനുഷ്യരുടെ സംസ്കാരം എന്തായിരുന്നു എന്ന് ആധുനിക ലോകത്ത് മനുഷ്യർ ധാരാളം ചർച്ച ചെയ്യുന്നുണ്ട്. ഡാർക്ക് ഏജ്, ഇരുണ്ട യുഗം എന്നാണ് ആ കാലഘട്ടത്തെ ചരിത്രകാരന്മാർ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. എന്തുകൊണ്ടായിരിക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളുകളെ അന്ധകാര യുഗം എന്ന് വിശേഷിപ്പിക്കുന്നത് എന്ന് നാം ബോധ്യപ്പെടേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു അവരുടെ ജീവിത രീതികളെ സംബന്ധിച്ച് വളരെ കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന ഒരു സംഭവം ചരിത്രങ്ങളിലും ഹദീസുകളിലും നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം നജ്ജാശി രാജാവിന്റെ അടുക്കൽ പ്രഖ്യാപിക്കുകയാണ്, അല്ലയോ രാജാവേ, ഞങ്ങൾ കല്ല്, ഞങ്ങളുടെ കൈകളെ കൊണ്ട് ഉണ്ടാക്കിയ വിഗ്രഹങ്ങൾ, ഭൗതികമായി ഞങ്ങൾ സംവിധാനിച്ച മറ്റു കുറെ വസ്തുക്കൾ, ഇവകളൊക്കെ ഞങ്ങൾ ആരാധിച്ചിരുന്നവരാണ്. ഞങ്ങൾ ശവം തിന്ന് ജീവിച്ചിരുന്നവരാണ്. ഞങ്ങൾ കുടുംബ ബന്ധം വിച്ഛേദിച്ചവരാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഞങ്ങളുടെ ഇടയിൽ സംഘട്ടനം സർവ്വവ്യാപകമായിരുന്നു. കളവും ചതിയും ഞങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങൾക്ക് ഞങ്ങളിൽ നിന്ന് തന്നെ ഒരു പ്രവാചകനെ, ഒരു നേതാവിനെ, ഒരു പരിഷ്കർത്താവിനെ
റബ്ബ് അള്ളാഹു ഞങ്ങൾക്ക് നൽകിയത്. ആ പ്രവാചകൻ ഞങ്ങളിൽ വന്നു ഞങ്ങളോട് ഈ കല്ലുകൾക്കും അതുപോലെ തന്നെ കൈകൾ കൊണ്ട് ഉണ്ടാക്കപ്പെട്ട ഈ വിഗ്രഹങ്ങൾക്കും ഭൗതികമായ വസ്തുക്കൾക്കുമൊന്നും നിങ്ങൾ തലകുനിക്കരുത്. നിങ്ങൾ സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമരായ ബഹുമാന്യരായ സൃഷ്ടികളാണ് മനുഷ്യർ. അതുകൊണ്ട് മനുഷ്യർക്ക് മുന്നിലോ മനുഷ്യേതര വസ്തുക്കൾക്ക് മുന്നിലോ മനുഷ്യർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഏതെങ്കിലും വസ്തുക്കൾക്ക് മുന്നിലോ നിങ്ങൾ കീഴ്പ്പെടുകയോ നമിക്കുകയോ സുജൂദ് ചെയ്യുകയോ വണങ്ങുകയോ പൂജ വെക്കുകയോ ഒന്നും ചെയ്യരുത് എന്ന് ഞങ്ങളെ പഠിപ്പിച്ചു. ഞങ്ങൾക്കത് ബോധ്യപ്പെട്ടു. ഞങ്ങൾ ഏക ഇലാഹായ അള്ളാഹുവിനെ ആരാധിക്കാൻ തുടങ്ങി. കുടുംബബന്ധം ചേർക്കാൻ ഞങ്ങളോട് കൽപ്പിച്ചു. ഞങ്ങൾ കുടുംബബന്ധങ്ങൾ ചേർത്തു. അനാവശ്യമായ സംഘടനകളെ ഒഴിവാക്കാൻ പറഞ്ഞു. ഞങ്ങൾ യുദ്ധങ്ങൾ ഒഴിവാക്കി, സംഘടനകൾ ഒഴിവാക്കി. കളവ് പറയരുത്, ചതിക്കരുത്, വഞ്ചിക്കരുത്, വ്യഭിചരിക്കരുത് എന്ന് ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങൾ അതെല്ലാം ഒഴിവാക്കി. ഇപ്പോൾ ഞങ്ങൾ സംസ്കാര സമ്പുഷ്ടമുള്ള ആളുകളാണ് എന്ന് ബഹുമാനപ്പെട്ട ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നജ്ജാശി രാജാവിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുത്തിയ ആ വിമോചനത്തിന്റെ പരിഷ്കാരത്തിന്റെ കാര്യങ്ങൾ ഒന്നൊന്നായി പറഞ്ഞു കൊടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലെത്തി എന്ന് ബോധ്യപ്പെട്ടപ്പോൾ റിഫാർ കുടുംബത്തിന്റെ നേതാവായ അബൂദർ റളിയല്ലാഹു അൻഹു അദ്ദേഹം അവർ അപരിഷ്കൃതരായ ഒരു ഗോത്ര തലവനായിരുന്നു. അദ്ദേഹം ആ ഗോത്രങ്ങളെല്ലാം അപരിഷ്കൃതരായിരുന്നു. മക്കയിൽ വന്ന പ്രവാചകനെ കാണാനും പഠിക്കാനും അറിയാനും വേണ്ടി അദ്ദേഹം റിഫാർ ഗോത്രത്തിൽ നിന്ന് മക്കയിലേക്ക് വരികയാണ്. അവരുടെ ഗോത്ര സമ്പ്രദായം അനുസരിച്ച് യാത്രക്ക് പോകുമ്പോൾ യാത്രയിൽ സുരക്ഷ നൽകുന്ന വിഗ്രഹത്തെ കൂട്ടത്തിൽ കൊണ്ടുപോകാറുണ്ട്. നാം ഒക്കെ ആധുനിക ലോകത്ത് അഭ്യസ്ത വിദ്യരെന്ന് അല്ലെങ്കിൽ വലിയ വലിയ സാംസ്കാരിക വക്താക്കളെന്ന് മനസ്സിലാക്കുന്ന നാമൊക്കെ തന്നെ നമ്മുടെ വണ്ടികളില് വാഹനങ്ങളില് ഇതുപോലെ വിഗ്രഹങ്ങളുടെ ഫോട്ടോകൾ വിഗ്രഹങ്ങളുടെ രൂപത്തിൽ വെക്കാറുണ്ട്. നമ്മുടെ യാത്രയിൽ അനിഷ്ടങ്ങളൊന്നും സംഭവിക്കാതിരിക്കാൻ എന്ന് പറഞ്ഞതുപോലെ അന്നുണ്ടായിരുന്ന അപരിഷ്കൃതതയെന്ന് നാം പറയുന്ന ആളുകൾക്കും അങ്ങനെ ചില രീതികൾ ഉണ്ടായിരുന്നു. അവരുടെ വാഹനത്തിന്റെ ഒട്ടകത്തിന്റെ അല്ലെങ്കിൽ കഴുതയുടെ അല്ലെങ്കിൽ കുതിരയുടെ മുകളില് അനാച്ഛാദനം ചെയ്തിട്ട് ഭവ്യതയോടുകൂടി ഈ വിഗ്രഹത്തെ എടുത്തു വെക്കും. അങ്ങനെ വരുന്ന വഴിയിൽ അബൂദർ ഗിഫാരിക്ക് മൂത്രശങ്കയുണ്ടായി. അപ്പോ മൂത്രം പാത്തുന്ന സ്ഥലത്ത്, മൂത്രം ഒഴിക്കുന്ന സ്ഥലത്ത് വിഗ്രഹത്തെ കൊണ്ടുപോകുന്നത് നല്ലതല്ല, അത് ശകുനം ഉണ്ടാക്കും എന്ന് വിശ്വസിച്ചിട്ട് അദ്ദേഹം ഒരു ഇല വെട്ടി ആ ഇലയില് ആ വിഗ്രഹത്തെ കുടിയിരുത്തിയിട്ട് ദൂരെ മാറി അദ്ദേഹത്തിന്റെ മൂത്രശങ്ക മാറ്റി. തിരിച്ചു വന്ന് നോക്കുമ്പോൾ അദ്ദേഹം കുളിപ്പിച്ച് കുട്ടി ഉടുപ്പൊക്കെ ഇട്ട് വളരെ ഭംഗിയായി കൊണ്ടുവന്ന വിഗ്രഹത്തിന്റെ തലവഴി നനഞ്ഞിരിക്കുന്നു. മഴ പെയ്തിട്ടില്ല. നോക്കുമ്പോ അങ്ങകലെ ഒരു നായ നിൽക്കുന്നുണ്ട്. സാധാരണ നമുക്കറിയാം നായകൾക്ക് കല്ല് കണ്ടാല് ഒന്ന് കാല് പൊക്കിയിട്ട് പാത്തേണ്ടതുണ്ട്. അപ്പോ അബൂദർ ഗിഫാരിക്ക് മനസ്സിലായി നമ്മൾ പറയുന്നത് തീരെ ബുദ്ധിയില്ലാത്ത ആളുകളാണെന്നാണ്. പക്ഷെ അദ്ദേഹത്തിന് മനസ്സിലായി ഈ നായ പാത്തിയിട്ടാണ് ഈ എന്റെ യാത്രയിൽ സംരക്ഷിക്കുന്ന ഈ വിഗ്രഹത്തിന് തലവഴി നനഞ്ഞിരിക്കുന്നെന്ന് മനസ്സിലായി. അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഒരു ഉൾവിളി എന്നോളം ആ വിഗ്രഹത്തെ എടുത്ത് കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞു. എന്നിട്ട് അദ്ദേഹം പാടി ഇതെന്തൊരു ദൈവമാണ്! ഒരു നായ, ഒരു കുറുനരി പാത്തിയിരിക്കുന്നു ആ ദൈവത്തിന്റെ തലയിൽ. കുറുനരി നായ പാത്തിയ ഈ ദൈവം എത്രയോ വഴികേടിലാണ്.
ബരിഅ്തു ഞാൻ ഒഴിവാക്കിയിരിക്കുന്നു, വലിച്ചെറിഞ്ഞിരിക്കുന്നു. ബരിഅ്തു മിനൽ അസ്നാമി ഫിൽ അർദി കുല്ലിഹാ, ഭൂമിയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന എല്ലാ വിഗ്രഹങ്ങളെയും ഞാൻ എന്റെ മനസ്സിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. വആമന്തു ബില്ലാഹി അല്ലദീ ഹുവ ഗാലിബു, ഉന്നതനായ അല്ലാഹുവിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അബൂദർ ഗിഫാരി മക്കയിൽ വരുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, നാം എല്ലാവരും വളരെ അഭിമാനത്തോടുകൂടി ഡാർക്ക് ഏജ് എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലെ മനുഷ്യരെ അവഹേളിക്കുമ്പോൾ ആധുനിക ലോകത്തിലെ എഞ്ചിനീയർമാർ, ഡോക്ടർമാർ, അഭ്യസ്ത വിദ്യരായ ആളുകൾ, മന്ത്രിമാർ, ഇവരുടെയൊക്കെ അവസ്ഥ എന്താ? പൂർണ്ണ നഗ്നരായ മനുഷ്യരുടെ ലിംഗത്തിന്റെ മുന്നിൽ പോയി തൊഴുതു നിൽക്കുന്ന ആളുകളായി നമ്മൾ അധപ്പതിച്ചു. ബുദ്ധിയുണ്ട്. എങ്ങനെയാണ് ഈ ലോകത്തെ പരിഷ്കൃതൻ എന്ന് പറയുന്ന വിദ്യാസമ്പന്നർക്ക് ഇങ്ങനെ സാധിക്കുന്നത്? അള്ളാഹു എന്ന ഏകത്വത്തിൽ നിന്ന് മറ്റ് പല വസ്തുക്കളിലും ദിവ്യത്വം വിശ്വസിക്കുകയും അത് ഒരു അലങ്കാരമായി കൊണ്ടു നടക്കുകയും ചെയ്തപ്പോൾ നാം നമ്മുടെ തന്നെ അടിമകളായി മാറി. മനുഷ്യന്മാർക്ക് മുന്നിൽ കുമ്പിട്ട് നിൽക്കുന്ന, കീഴ്പ്പെട്ട് നിൽക്കുന്ന, ഓച്ചാനിച്ച് നിൽക്കുന്ന മനുഷ്യന്മാരായി. മാത്രമല്ല, മൃഗങ്ങളുടെ വിസർജ്യത്തിൽ പോലും ദൈവപ്രീതി പ്രതീക്ഷിക്കുന്നവരായി നാം മാറിയെങ്കിൽ ഏകദൈവ വിശ്വാസത്തിൽ നിന്ന് ബഹുദൈവ വിശ്വാസത്തിലേക്കല്ല, മ്ലേച്ഛമായ പലതിനും മനുഷ്യരെക്കാൾ ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുവാനും അവരിലൂടെ സായുജ്യം അടയുവാനുള്ള ഒരു മാനസികമായ അവസ്ഥയിലേക്ക് മനുഷ്യൻ അധപ്പതിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് ഖുറൈശികളോട് പറഞ്ഞു, ഈ വെച്ച് പൂജിക്കുന്ന നിരർത്ഥകങ്ങളായ, ബുദ്ധിയില്ലാത്ത, ചലനാത്മകതയില്ലാത്ത, സംസാരശേഷിയില്ലാത്ത, കാഴ്ചയില്ലാത്ത ഈ വസ്തുക്കൾക്ക് മുന്നിൽ പ്രസാദം വെക്കരുത്. നിങ്ങൾ അവർക്ക് മുന്നിൽ തലകുനിക്കരുത്. സാക്ഷാൽ സൃഷ്ടാവായ അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കുക എന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് ആ സന്ദേശം ഉൾക്കൊണ്ട് ഹൃദയത്തിനും ജീവിതത്തിനും സംസ്കാരത്തിനും മാറ്റം വരുത്തിയ അബൂദർ ഗിഫാരിയുടെ സംഭവമാണ് നാം കേട്ടത്. ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ സംസാരമാണ് നാം കേട്ടത്. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 4 പതിറ്റാണ്ട് കൊണ്ട്, 40 വർഷം കൊണ്ട് അറബ്യൻ ഭൂഖണ്ഡം ഇസ്ലാമിക സംസ്കാരത്തിന്റെ ഉന്നതമായ ഒരു ശ്രേണിയിലേക്ക് എത്തിക്കുവാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സാധിച്ചത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്ദേശത്തിന്റെ ഒന്നാമത്തെ ഭാഗമായ, സംസ്കാരത്തിന്റെ ഒന്നാമത്തെ ഭാഗമായ അടിമത്വം എന്നത് അള്ളാഹുവിന് മാത്രമുള്ളതാണ് എന്ന ബോധ്യപ്പെടുത്തലായിരുന്നു. അവിടെ നിന്ന് മനുഷ്യന്മാർ മാറി അവിടെ സംസ്കാരത്തിലേക്ക് പലതും നന്മയായി കടന്നു വന്നു. അവർ അള്ളാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുക എന്നതിന് മുൻഗണന നൽകുകയും മനുഷ്യരെ ബഹുമാനിക്കുകയും ചെയ്തു. ആദരിക്കയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ ബഹുമാനിച്ചു. ലോകത്ത് മനുഷ്യരെ ബഹുമാനിക്കാത്ത, മനുഷ്യരെ അധമരായി കാണുന്ന മനുഷ്യ വിഭാഗം ഉടലെടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അന്നും അങ്ങനെയായിരുന്നു. ഖുറൈശികളാണ് മനുഷ്യരിൽ ഉന്നതർ എന്ന്, മറ്റുള്ളവർ ഇകഴ്ത്തപ്പെട്ടവരാണ്, താഴ്ന്ന ജാതിക്കാരാണ് എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തിയ ഒരു സംസ്കാരത്തിൽ നിന്ന് അടിമകളായി മനുഷ്യരെ ഏതവസ്ഥയിലും ഏത് ഹീനമായ രീതിയിലും ആക്രമിക്കാമെന്ന ബോധത്തിൽ നിന്ന് മനുഷ്യരെ ബഹുമാനിക്കുന്ന മനുഷ്യരുടെ യൂണിറ്റിയെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബോധ്യപ്പെടുത്തി. ഒന്ന്, മനുഷ്യൻ ആരാധിക്കേണ്ടത്, മനുഷ്യൻ നമിക്കേണ്ടത്, മനുഷ്യൻ കീഴ്പ്പെടേണ്ടത്, മനുഷ്യൻ വണങ്ങേണ്ടത് അത് ഏകനായ അള്ളാഹുവിനെ മാത്രമേ പാടുള്ളൂ. മനുഷ്യർക്കോ മനുഷ്യേതര സൃഷ്ടികൾക്കോ
മൃഗങ്ങൾക്കോ കീഴ്പ്പെടാൻ പാടില്ല എന്ന തൗഹീദ്, ഏകത്വം ആദ്യം പഠിപ്പിച്ചു. രണ്ടാമത്, മനുഷ്യർ പരസ്പരം ബഹുമാനിക്കണം. ലോകത്തെ എല്ലാ സൃഷ്ടികളെക്കാളും ബഹുമാനിക്കേണ്ടത് മനുഷ്യന്റെ ജീവനെയാണ്, അവന്റെ അഭിമാനത്തെയാണ്, അവന്റെ സംസ്കാരത്തെയാണെന്ന് പഠിപ്പിച്ചു. നിങ്ങളിൽ വർണ്ണം കൊണ്ട് വെളുത്തവന്, വർണ്ണം കൊണ്ട് കറുത്തവന് ഒരു പുണ്യവുമില്ല, ഒരു പ്രത്യേകതയുമില്ല എന്ന് ലാ ഫളല ലി അറബിയ്യിൻ വലാ ലി അജമിയ്യിൻ വലാ ലി അബിയദ വലാ ലി അസ്വദ. കറുത്തവന് വെളുത്തവന് കറുത്തവനേക്കാൾ ഒരു മഹത്വവുമില്ല. അറബിക്ക് അനറബിയേക്കാൾ ഒരു മഹത്വവുമില്ല. ഇന്ത്യക്കാരന് അമേരിക്കക്കാരേക്കാൾ ഒരു മഹത്വവുമില്ല. നാടിന്റെ പേരില്, ഭാഷയുടെ പേരില്, ലിംഗത്തിന്റെ പേരില്, വർണ്ണത്തിന്റെ പേരില്, കുടുംബത്തിന്റെ പേരിൽ നിങ്ങൾ ഒരിക്കലും ആരെയും അടിമകളാക്കാൻ പാടില്ല, അധമരാക്കാൻ പാടില്ല. അവിടെയാണ് മനുഷ്യർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചാതുർവർണ്ണ വ്യവസ്ഥിതികളെ തകർത്തെറിഞ്ഞുകൊണ്ട് മനുഷ്യന്റെ യൂണിറ്റിക്ക്, മനുഷ്യന്റെ ഇത്തിഹാദിന്, മനുഷ്യന്റെ ഏകത്വത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസ്കാരം പകരുന്നത് നമുക്കറിയാം. ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു തആല അൻഹു ഉമയ്യത്തിന്റെ അടിമയായി അയാളുടെ കിങ്കരമായ, അഹങ്കാരമായ, ധിക്കാരമായ പ്രവർത്തനങ്ങൾക്ക് വഴിപ്പെടേണ്ടി വന്നിട്ട് അടിമപ്പാളയത്തിൽ കിടന്ന് നരകയാതനകൾ സഹിച്ചു. ബിലാൽ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ചേർത്ത് പിടിച്ചു. ബിലാൽ റളിയല്ലാഹു അൻഹു കരയുകയാണ്. തന്നെ ഇന്നുവരെ ഒരു മനുഷ്യൻ ഇങ്ങനെ അടച്ചുപൂട്ടി പിടിച്ചിട്ടില്ല. കാരണം തന്റെ അടിമത്വത്തിന്റെയും കറുപ്പിന്റെയും കാരണത്താൽ അകറ്റി നിർത്തുകയായിരുന്നു. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം സഹോദരനായി ഏറ്റെടുത്തു. അവിടെയാണ് മനുഷ്യരുടെ യൂണിറ്റി, ഐക്യം, ഏകത ഇസ്ലാം പ്രഘോഷിക്കുന്നത്, പ്രാവർത്തികമാക്കുന്നത്. നമുക്കറിയുന്നത് പോലെ പരസ്പരം തല്ലിയും പരസ്പരം ആക്രമിച്ചും ജീവിച്ചിരുന്ന അൻസാരികളിലെ ഔസ് ഹസ്രജ് ഗോത്രക്കാരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രമ്യതയിലാക്കി. ഹസ്രജ് ഔസേ കോർത്ത നബി, ഖൈറുൽ ഉമമേ വാർത്ത നബി, ഖാതം ചുമലിട ചേർന്ന നബി, ഖാതിമുർ റസൂലിൽ സല്ലല്ലാഹ്. ഹസ്രജ് ഔസ് എന്ന് പറയുന്നവരുടെ നമുക്കറിയാം. ആ ചരിത്രം വായിച്ചാൽ കാലാകാലമായി വിദ്വേഷത്തിനും വെറുപ്പിനും കഴിഞ്ഞുകൂടിയിരുന്ന ഹസ്രജ് ഔസിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരന്മാരാക്കി. അൻസാരികളെയും മുഹാജിറുകളെയും സഹോദരന്മാരാക്കി. ഒരു വീട്ടില് ഉറങ്ങുന്നവരാക്കി. അതുകൊണ്ടാണ് ഡോക്ടർ ബെർനാഡ് ഷാ അദ്ദേഹം എഴുതുകയാണ്, ആധുനിക ലോകത്തിന്റെ അധികാരം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോലൊരു വ്യക്തിക്കാണ് ലഭിക്കുന്നതെങ്കിൽ ഹാപ്പിനെസ്, സന്തോഷവും അതുപോലെ തന്നെ സമാധാനവുമുള്ള ഒരു ലോകക്രമം കെട്ടിപ്പടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രം കൃത്യമായി വായിച്ചു പഠിച്ച ആധുനിക ചിന്തകനായ ബെർനാഡ് ഷാ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നാം മനസ്സിലാക്കേണ്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാംസ്കാരിക വിപ്ലവത്തിന്റെ അടിത്തറ ഒന്ന് ഏകദൈവ വിശ്വാസമാണ്. മനുഷ്യനെ മറ്റ് ഇടങ്ങളിലൂടെ, മറ്റ് വസ്തുക്കളുടെ, ദേവീ ദേവന്മാരുടെ, ജിന്നുകളുടെ, ഭൂതവർഗങ്ങളുടെ, അതുപോലെ തന്നെ നക്ഷത്രത്തിന്റെ, സൂര്യന്റെ, ചന്ദ്രന്റെ, മലകളുടെ, കൈകൊണ്ടുണ്ടാക്കപ്പെട്ട ദേവീദേവന്മാരുടെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചിട്ട് അള്ളാഹുവിന്റെ അടിമയാക്കി തീർക്കുക. താരിഖ് ഇബ്നു സിയാദ് റളിയല്ലാഹു അൻഹു കൃത്യമായി പറയുന്നുണ്ട്, ഞങ്ങളെ അള്ളാഹു അയച്ചിരിക്കുന്നത്
മിൻ ഇബാദത്തിൽ ഇബാദി ഇലാ ഇബാദില്ലാഹിൽ വഹിദ. മനുഷ്യരെ അടിമകളാക്കുന്നതിൽ നിന്ന് അള്ളാഹുവിന്റെ അടിമത്തത്തിലേക്ക് മനുഷ്യരെ കൊണ്ടുവരാൻ വേണ്ടിയാണ്. നമുക്കറിയുന്നത് പോലെ അന്നും ചൂഷക വർഗക്കാരായ സമ്പന്നന്മാർ, പുരോഹിതന്മാർ അല്ലാഹു അല്ലാത്ത വിഗ്രഹങ്ങളിലൂടെ മനുഷ്യരെ ചൂഷണം ചെയ്യുകയായിരുന്നു. ആ വിഗ്രഹത്തിന്, ആ ദേവിക്ക്, ഇന്നയാൾക്ക് ഇന്ന പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് ആ ദേവിയുടെ അടുക്കൽ, ആ വ്യക്തിയുടെ അടുക്കൽ പൂജ വെക്കണമെങ്കിൽ, അവിടെ പ്രസാദിക്കണമെങ്കിൽ ഞങ്ങളെ സാമ്പത്തികമായി സഹായിക്കണം, ഞങ്ങളെ കണ്ടിട്ട് വേണം. അങ്ങനെ പൂജാരിമാർ, പുരോഹിതന്മാർ ചൂഷണം ചെയ്തു. ആ ചൂഷണങ്ങളെല്ലാം മോചിപ്പിച്ചിട്ട് പള്ളിയിലേക്ക് വയ്ക്കും. അവിടെയുണ്ട് നിങ്ങളുടെ അല്ലാഹു. നിങ്ങളുടെ വീടുകളിൽ അല്ലാഹു ഉണ്ട്, നിങ്ങളുടെ കടകളിൽ അല്ലാഹു ഉണ്ട്. നിങ്ങളുടെ ആവശ്യങ്ങൾ ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, നിങ്ങളുടെ രക്ഷിതാവായ അല്ലാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞു കൊടുക്കുക. അല്ലാഹു നിങ്ങളുടെ സമീപത്ത് തന്നെയുണ്ട്, നിങ്ങൾക്ക് എന്തും ചോദിക്കാം. നിങ്ങൾക്ക് അല്ലാഹുവിനോട് ചോദിക്കാൻ ഒരു ദേവിയുടെയോ ഒരു ഭൂതത്തിന്റെയോ ഒരു ശക്തന്റെയോ ആവശ്യമില്ല. ഒരു മറയുമില്ലാതെ നിങ്ങളുടെ രക്ഷിതാവിനോട് ചോദിക്കാമെന്ന് പഠിപ്പിച്ചപ്പോൾ മനുഷ്യർ മോചിതരാവുകയായിരുന്നു. എല്ലാ കെട്ടുപാടുകളിൽ നിന്നും, എല്ലാ വെച്ച് പൂജകളിൽ നിന്നും, എല്ലാ തരം അഴിമതികളിൽ നിന്നും, എല്ലാ തരം ചൂഷണങ്ങളിൽ നിന്നും മനുഷ്യർ മോചിതരായി. നമുക്കറിയുന്നത് പോലെ നാം ഓരോ വക്ത് നമസ്കരിക്കാൻ വരുമ്പോഴും നമ്മുടെ പോക്കറ്റിൽ നിന്ന് 1 രൂപയുടെ പണം മുടക്കിയിട്ട് അള്ളാഹുവിനെ പ്രസാദിക്കാൻ ഒരു ചന്ദനത്തിന് കത്തിച്ചു വെക്കേണ്ട ആവശ്യമില്ല എന്ന് ഇസ്ലാം പഠിപ്പിച്ചു. അള്ളാഹുവിനെ പ്രസാദിക്കാൻ മുല്ലപ്പൂവോ ചെത്തിപ്പൂവോ ചെമ്പരത്തിപ്പൂവോ ഇടണ്ട എന്ന് ഇസ്ലാം പഠിപ്പിച്ചു. നിങ്ങളുടെ തഖ്വ മതി അള്ളാഹുവിനെ. ഹൃദയ സാന്നിധ്യത്തോടുകൂടി നിങ്ങൾ അള്ളാഹുവിന്റെ മുന്നിൽ സാഷ്ടാംഗം ചെയ്താൽ മതി. അവിടെ നിങ്ങളുടെ വസ്ത്രം പരിശുദ്ധമായിരിക്കണം, നിങ്ങളുടെ ശരീരം പരിശുദ്ധമായിരിക്കണം, അത് മാത്രം മതി. സാമ്പത്തികമായ ഇടപാട് ഒന്നും അള്ളാഹുവിന് വേണ്ട. ആ സമ്പത്ത് നിങ്ങൾ സഹായിക്കുക സദഖയായി. അപ്പുറത്തെ രോഗിക്ക്, ഇപ്പുറത്തെ പട്ടിണിക്കാരന്, അവിടെ യതീമിന് നിങ്ങൾ കൊടുക്കുക 1 രൂപയാണെങ്കിൽ, നിങ്ങൾ 1000-ന്റെയും 10,000-ന്റെയും മെഴുകുതിരി കത്തിച്ച് കൂട്ടിലിരിക്കുന്ന ഏതെങ്കിലും ദൈവത്തെ പ്രസാദിക്കാൻ വേണ്ടി കത്തിച്ചു വെക്കുന്ന 1000-ന്റെയും 10,000-ന്റെയും മെഴുകുതിരി കത്തി അതുരുകി താഴത്തേക്ക് വീഴുമ്പോൾ ആ 10,000 രൂപ 1000 രൂപ നിഷ്ഫലമായി പോവുകയാണ്. അങ്ങനെ നിങ്ങളുടെ അള്ളാഹുവിനെ പ്രസാദിപ്പിക്കേണ്ടതില്ല. നിങ്ങൾ 1000 രൂപക്ക് 10,000 രൂപക്ക് പുഷ്പങ്ങൾ വാങ്ങി ആ പുഷ്പങ്ങൾ പ്രസാദിച്ചാൽ 2 ദിവസം കഴിയുമ്പോൾ അത് ചീഞ്ഞു പോകും. അപ്പുറത്തെ ദരിദ്രന്, ഇപ്പുറത്തെ യതീമിന്, ഇപ്പുറത്തെ രോഗിക്ക് ഒരു പ്രയോജനം കിട്ടുകയില്ല. അതുകൊണ്ട് നിങ്ങൾ സമ്പത്ത് കൊണ്ട് അവരെ സഹായിക്കുക, എന്നിട്ട് അള്ളാഹുവിന്റെ പ്രീതി കാക്ഷിക്കുക. എത്ര നല്ല മതം! ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ച ഇസ്ലാമിന്റെ സംസ്കാരം. ആ ഇസ്ലാമിന്റെ സംസ്കാരത്തിലേക്ക് ലോകം വന്നാൽ ഒരു സംശയവും വേണ്ട, ഈ ലോകത്ത് സമാധാനവും സന്തുഷ്ടിയും കളിയാടുമെന്ന് ബർനാഷ പറഞ്ഞതുപോലെ വളരെ കൃത്യമായി പറയുവാൻ നമുക്ക് സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുത്തിയ ആ മാറ്റങ്ങൾ ഉൾക്കൊള്ളുവാനും സ്വന്തം ജീവിതത്തിൽ ആ മാറ്റങ്ങളെ പകർത്തിയെടുക്കുവാനും മറ്റുള്ളവർക്ക് സന്ദേശമായി എത്തിക്കുവാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വഅസ്തഗ്ഫിറു അന്നി വഅൻകും വഅൻ ജമീഇൽ മുഅ്മിനീന വൽ മുസ്ലിമീന അജ്മഈൻ ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദാ يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما.